താനിതിൽ ഏത് പേര് അടിക്കാൻ പോണത്? അമ്മൂന്നോ അതോ മാളൂന്നോ? രണ്ടും കൂടി ചേർത്ത് അമ്മാളൂന്ന് അടിക്കാൻ മതി. എന്റെ പേരിന്റെ കൂടെ അമ്മൂന്നല്ലാതെ വേറെ ഒരു പേരും കണ്ടുപോരുത്. കണ്ടന്റെ സ്വഭാവം പറഞ്ഞേക്കാം. പിന്നെ എന്ത് ചെയ്യണമെന്ന് പറ. താൻ തന്നെ പറ. താനല്ലേ ഇത് മുഴുവൻ ഉണ്ടാക്കി വെച്ചത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും താൻ തന്നെ പറഞ്ഞു തന്നോണം. ഇനി ഒരാൾക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയും. മാളൂന്. നീ മാളൂവിന്റെ അടുത്ത് ചെന്ന് അതിന്റെ ഒരു മട്ടുമാതിരിക്കൊക്കെ നിന്ന് അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അവിടെ നിനക്ക് കിട്ടിയതൊന്നും പോരടാ. എടാന്നോ? തമ്പ്രാനാണ് തമ്പ്രാൻ. ഞാന് രാജവംശത്തിൽ പറഞ്ഞവനാ. കൊട്ടാരം വീട്ടിലെ ദേവി തമ്പുരാട്ടിയുടെ മകൻ. നിങ്ങൾ 25 ലക്ഷം രൂപയ്ക്ക് ലേലം വിളിച്ചെടുത്തില്ലേ ആ കൊട്ടാരത്തിന്റെ അവകാശി പ്രേമേന്ദ്ര തമ്പുരാൻ. എന്റെ അച്ഛനും അമ്മയൊക്കെ പറ്റിച്ച ഡ്യൂപ്ലിക്കേറ്റ് കൊട്ടാരം വീടിന് എല്ലാം കൈക്കലാക്കി. ഇപ്പൊ താമസിക്കുന്നതേ അതിലും പേര് കേട്ട തറവാട്ടില്ല, ചെമ്പകശ്ശേരിയില്. കുറെ തമ്പ്രാക്കന്മാരും തമ്പ്രാട്ടിമാരൊക്കെ അവിടെ വളഞ്ഞു ചുരുട്ട് കൂടി കിടപ്പുണ്ട്. വല്ലപ്പോഴും അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് നോക്കി. ഒരു നേരത്തെ മരുന്നെങ്കിലും മുടങ്ങാതെ കൊടുക്കാൻ വേണ്ടിയിട്ടാ ബിരുദവും പെരുമയൊക്കെ കുഴിച്ചിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. അല്ലാതെ ആരെ ചതിക്കാൻ വേണ്ടിയിട്ടല്ല. ചതിച്ച ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ തെളിയിച്ചു തരാം. ഈശ്വരപിള്ളേ, കൊണ്ടുപോവനെ. അയ്യോ 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 പറഞ്ഞോളാ പട്ടി. ഇനി എന്നെ തല്ലരുത്, ഞാൻ പറഞ്ഞോളാം. ഇവിടെ 20,01,000 എഴുതിന്ന് എന്നോട് പറഞ്ഞത് ഈ സുന്ദരനാ. അത് പിന്നെ അമ്മാവ, ഞാനൊരു കാഷ്വൽ ടാക്കിൽ ഇംഗ്ലീഷ് പറഞ്ഞതാ പുല്ലേ. എനിക്ക് ആദ്യമായിട്ട് ജോലി തന്നവരാ നിങ്ങള്. ഞാൻ മനസ്സുകൊണ്ടുപോലും നിങ്ങളെ ചതിക്കില്ല. എന്റെ നിരപരാധിത്വം തെളിയിക്കാതെ പോയ ഒരു കാലത്ത് എന്റെ മനസ്സിന് സമാനം കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇത്രയൊക്കെ പറഞ്ഞത്. മുതലാളി വരെന്നോട് ക്ഷമിക്കണം. ഞാൻ പോവുക. ഈശ്വരപിള്ളേ, എന്തോ അവനോട് നിൽക്കാൻ പറയടോ. നീ തല്ലും കൊണ്ട് ആ വഴി പോയിരുന്നെങ്കിൽ നീ അല്ല തെറ്റുകാരനെന്ന് അറിഞ്ഞാലും ഞങ്ങ നിന്നെ തിരിച്ചു വിളിക്കൂല. ഇപ്പൊ നീ കാണിച്ചതാണ് ചങ്കൂറ്റം. അല്ലെങ്കിലും ആണത്തമുള്ള അവന്മാരെ ഞങ്ങൾക്ക് പണ്ടേ ഇഷ്ടമാ. ഇനി നീ എങ്ങും പോകണ്ട, ഇവിടെ നിന്നോ. ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞ പോലെയായി. ഇതോടെ ആ സുന്ദരനെ കൊണ്ടുള്ള ശല്യം തീർന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ വന്ന് പറഞ്ഞൂടെ? അതിന് കള്ളു കുടിച്ച് ബഹളം ഉണ്ടാക്കണോ? അതിനാരാ കള്ളു കുടിച്ചത്? കള്ളു കുടിച്ചത് പോലെ അഭിനയിച്ചതല്ലേ. അമ്മുവിന്റെ അച്ഛന്റെയും ചെറിയച്ഛന്റെയും മുഖത്തു നോക്കി 2 വർത്താനം പറയാൻ ഞാൻ ഇതേ ഒരു മാർഗം കണ്ടുള്ളൂ. അമ്മു എന്താ ഈ നേരത്ത്? ദാ ഇത് തരാമെന്നതാ. വീട്ടിൽ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയായിരുന്നില്ലേ? പറയാതെ എങ്ങനെ കാര്യങ്ങൾ അറിയുന്നേ? അയ്യോ, ഇതൊന്നും വേണ്ട. ഒന്നും പറയണ്ട. ഇത് വേഗം വീട്ടിലേക്ക് അയച്ചോട്. പ്രേമേന്ദ്ര, ഇത് സംഗതി മറ്റതാണ്. മറ്റതോ? പ്രേമം. അയ്യോ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത മഹാ പിശിക്കുക. ചാവാൻ പോവാന്ന് പറഞ്ഞാൽ 10 പൈസ കൊടുക്കില്ല. ആ അവള് നിനക്ക് ഇത്രയും പൈസ തരണമെങ്കിൽ ഇതിലെന്തോ ഉണ്ട്. അന്ന് അവള് നിനക്ക് ചോറ് വിളമ്പി തന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ കാശറിഞ്ഞപ്പോ എനിക്കത് ഉറപ്പായി. നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞോണ്ട് വരുന്നത്? നീ രക്ഷപ്പെട്ടെന്ന്. എങ്ങനെ? ചേട്ടമ്പാവയുടെ മോൾക്ക് നിന്നെ ഇഷ്ടായ നീ മഹാരാജാവായിന്നാ. എടാ, മുട്ടന്റെ അടുത്ത് മുട്ടണ്ട പോലെ മുട്ടിയാ പിന്നെ ഒന്നിനും മുട്ട് വരത്തില്ല. അങ്ങനെ മുട്ടിയാ മുട്ടുകാല് തല്ലി ഓടിക്കുന്നല്ലേ അവര് പറഞ്ഞിരിക്കുന്നത്. അല്പം ബുദ്ധിമുട്ടണം. മുട്ടണു.
ഞാൻ പ്രേമേന്ദ്രനോട് ക്ഷമ ചോദിക്കാൻ വന്നതാ. ഓ, ഉം. വലിയ തറവാട്ടിലെയാണെന്നും ബികോം വരെ പഠിച്ചതാണെന്നും ഒക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞത് പ്രേമേന്ദ്രന് കുറച്ചുകൂടി നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ടാ. ഓ അതിങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സോറി. ഓ അതൊന്നും സാരമില്ല. ഇത് വെച്ചോളൂ. ഏയ്, ആ, 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 ആ. വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞേക്ക്. ഓ പ്രേമേന്ദ്ര ആ. മഴവിൽ കൊടിയിൽ മണിമേഘം പോലെ നീ അഴകെ മനസ്സിൽ പൊന്നു ഞാനാടാൻ വാ.